Assalamualaikum warahmatullahi wabarakatuh. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. ഞാൻ മിനു മുനീർ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം, ഞാൻ യൂട്യൂബിൽ ജീസസിനെ പറ്റി പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ. പെട്ടെന്ന് എന്താ ഇസ്ലാമിലോട്ട് വരാൻ കാരണം? യെസ്, അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അത് കേൾക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് പറയേണ്ടത് എൻ്റെ ദൗത്യമാണ്. എന്താണ് ഞാൻ അതിൽ ഇമ്പോർട്ടൻസ് കണ്ടത് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എന്നെ ആകർഷിച്ചത്, ഞാൻ ബൈബിൾ മുഴുവനും വായിച്ചു. അങ്ങനെ ബൈബിളിലെ ഓരോ വചനങ്ങളും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ചില വചനങ്ങൾ എന്നെ വളരെയേറെ ആകർഷിച്ചിരുന്നു. അങ്ങനെ ഞാൻ കൺഫ്യൂസ്ഡായി. അതെങ്ങനെ വരുക, ഇതിങ്ങനെ വരുക, അതെങ്ങനെ സംഭവിച്ചു, അങ്ങനെ പല പല ഡൗട്ടുകൾ വന്നു. പലരോടും ഞാൻ പല അച്ഛന്മാരോടും ഞാൻ ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പം അവരൊക്കെ എന്നെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അവരെനിക്ക് അത് കേൾക്കാനങ്ങളുടെ മനസ്സ് കാണിച്ചില്ല. പിന്നെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജെറമിയ 33:3, നിങ്ങൾ എന്നോട് വിളിച്ചപേക്ഷിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ രഹസ്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുപോലെ. ആ ഒരു പ്രാർത്ഥനയും ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചത്, എനിക്കിതിൻ്റെ സത്യം എന്താണ് ത്രിയേക ദൈവം, ആരാണ് ജീസസ്, ശരിക്കും ദൈവപുത്രനാണോ, ആരാണ്, എനിക്കൊന്ന് മനസ്സിലാക്കി തരുമോ പ്ലീസ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് റംസാൻ്റെ നോയമ്പ് വന്നത്. അപ്പം എനിക്ക് തോന്നി, എനിക്കിങ്ങടെ അവരോട് അത് നോയമ്പെടുത്തു, 30 ദിവസം നോയമ്പ്. കാരണം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ അന്നത്തെ നമ്മുടെ ഫോർ ഫാദേഴ്സ് എല്ലാവരും എന്ത് പ്രശ്നം വന്നാലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഉപവസിച്ചുകൊണ്ടാണ്. അപ്പോൾ 30 ദിവസത്തെ ഉപവാസം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനും കൂടെ അവരുടെ കൂടെ എടുത്താൽ അവർക്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ചിങ്ങനെ തെറിക്കുമല്ലോ. ആ തെറിക്കുന്നതിൻ്റെ കുറച്ച് എനിക്കിങ്ങനെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് അവരുടെ ഞാൻ നോയമ്പെടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ, ബീങ് എ ക്രിസ്ത്യൻ, ഐ ആം ആൾസോ ഗോയിങ് ടു ജോയിൻ ഫോർ ദിസ് ഫാസ്റ്റിംഗ്. എന്തൊരു റെസ്പോൺസ് ആയിരുന്നറിയോ. ഒരുപാട് പേര് എന്നെ ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ചെയ്തു, ഇൻബോക്സിൽ. പിന്നെ കുറേ ബുക്സുകൾ എനിക്ക് അയച്ചു തന്നു, എനിക്ക് ഖുറാൻ അയച്ചു തന്നു. ഞാൻ വളരെ സത്യമായിട്ടും എനിക്ക് ഒത്തിരി അങ്ങ് സന്തോഷമായിപ്പോയി. കാരണം ആ ബ്രദേഴ്സിൻ്റെ, ആ സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയും ഒരു യുണൈറ്റിയൊക്കെ ഞാൻ അവിടെ കണ്ടു. അവർ കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നൊന്ന് വായിച്ചു കളയാം, എന്തായിരുന്നു വായിച്ചത്. അങ്ങനെ ഞാനും ആത്മാർത്ഥമായിട്ട് ആ നോയമ്പിൽ പങ്കെടുത്തു. രാവിലെ വെളുപ്പിനെ 3:30 എണീക്കും, ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കും, ഭക്ഷിച്ചിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥന ചെയ്യും. അതുപോലെ തന്നെ ഹസ്ബൻഡാണ് എങ്ങനെയാണ് ഹസ്ബൻഡ് മുസ്ലിമാണ്. സോ ഹീ ഷോഡ് മീ ഹൗ ടു ഡു പ്രെയർ. നിസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്കൈപ്പിൽ കൂടി എന്നെ കാണിച്ചു തന്നു. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 5 നേരം ഞാൻ നിസ്കരിക്കും. പ്രാർത്ഥനകളൊക്കെ എനിക്ക് സ്കൈപ്പിൽ കൂടെ എല്ലാം പറഞ്ഞു തന്നു. എനിക്ക് അൽഫാത്തിഹയുടെ മീനിങ്സ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മീനിങ്സൊക്കെ പറഞ്ഞു തന്നു. ഞാൻ വളരെ സന്തോഷവതിയായി, നല്ല പ്രാർത്ഥന. പക്ഷെ ഞാൻ ഖുറാന് വായിച്ചു വന്നപ്പോൾ എനിക്ക് ബൈബിളിലുണ്ടായിരുന്ന ഡൗട്ടെല്ലാം ക്ലിയറായി. നിങ്ങൾക്ക് ചോദിക്കണ്ടേ എന്തായിരുന്നു എൻ്റെ ഡൗട്ടെന്ന്, ഏത് വചനമാണ് എന്നെ ആകർഷിച്ചെന്ന് പറയാം. യോഹന്നാൻ 16-ാമത്തെ ചാപ്റ്റർ 12-ാമത്തെ വചനങ്ങളാണ് എനിക്ക് ഒരുപാട് ഡൗട്ട് വന്നത്. അതായത് ജീസസ് പറയാണ്, എനിക്ക് വളരെയേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ പിതാവ് അവിടുന്ന് ഒരു സഹായകനെ ഈ ഭൂമിയിലേക്ക് അയക്കും. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കും. അപ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയായിട്ടില്ല. ജീസസ് തന്നെ പറഞ്ഞത്, സത്യത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 14:30 പറയുന്നു, ഞാൻ ഇനിയും നിങ്ങളോട് അധികം സംസാരിക്കുകയില്ല, കാരണം ലോകത്തിൻ്റെ അധികാരി വരുന്നു. ഇതാണ്. അപ്പോൾ നമ്മൾ ബൈബിളെല്ലാം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാരാണ്? യേശു പോയതിനു ശേഷം ആരാണ് ലോകത്തിൻ്റെ അധികാരി? ഇതായിരുന്നു
എനിക്ക് വന്ന ഡൗട്ട്, ആരായിരിക്കും ലോകത്തിൻ്റെ അധികാരി? ഞാൻ പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ എപ്പോഴും ജീസസ് വരുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. മാതാവ് ഗർഭം ധരിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, സത്യാത്മാവ് എന്ന് പറയുന്നത് ഗബ്രിയേൽ മലകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏഞ്ചലാണ്, ദ ആർക്ക് ഏഞ്ചൽ, അതാണ് ഗബ്രിയേൽ മലഹ. സഹായകന്റെ മേൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹം സത്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അദ്ദേഹം സ്വമേധയാ സംസാരിക്കത്തില്ല. ഞാൻ കൽപ്പിക്കുന്നത് അവൻ സംസാരിക്കും. എന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരും. സത്യാത്മാവ് ആ അധികാരിയുടെ മേൽ വരുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരും. രണ്ടാമത്തെ ഡൗട്ട് ബൈബിളിലെ നിയമാവർത്തനം 18-ാം അധ്യായം 18-ാം വചനം പറയുന്നുണ്ട്. ദ ലോർഡ്, ദൈവം, കർത്താവായ ദൈവം മോശയോട് പറഞ്ഞു, അവരുടെ സഹോദരന്മാരിൽ നിന്നൊരാളെ ഞാൻ പ്രവാചകനായി ഉയർത്തും, നിന്നെ പോലെ ഒരാളെ ഞാൻ പ്രവാചകനായി ഉയർത്തും. എന്നിട്ട് എൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കും. അപ്പോൾ അവൻ സ്വമേധ സംസാരിക്കുകയില്ല, ഞാൻ കൽപ്പിക്കുന്നത് അവൻ നിങ്ങളോട് സംസാരിക്കും. അത് പഴയ നിയമമല്ലേ? പഴയ നിയമത്തിലാകുമ്പം മോശയോട് പറഞ്ഞു. അപ്പോൾ ഒരാൾ വരുന്ന ഓക്കെ ദാറ്റ് ഈസ് ജീസസ്, വേറെ ആരുമല്ല, ജീസസ്. ഓക്കെ അതെനിക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് ജീസസ് ആവുന്നത്? മോശയെ പോലെ ഒരാളെ പ്രവാചകനാക്കും എന്നല്ലേ പറഞ്ഞത്? അവരുടെ സഹോദരന്മാരിൽ നിന്ന്. പിന്നെയും എനിക്ക് ഡൗട്ടായി, അതെങ്ങനെയാ വരുന്നത്? മോശ കല്യാണം കഴിച്ചാണ്. മോശയുടെ ബർത്ത് വാസ് നാച്ചുറൽ, ജനനം വളരെ നാച്ചുറലായിരുന്നു, മരണവും നാച്ചുറലായിരുന്നു. അപ്പം മോശനെ പോലെ എങ്ങനെ ആവുക? അതില്ല. ഇതും എനിക്ക് വളരെ ഡൗട്ടായിരുന്നു. ഈ ഖുറാൻ വായിച്ചപ്പോഴാണ് എനിക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയറായി. അതായത് അവരുടെ സഹോദരന്മാരിൽ നിന്ന് ഞാനൊരു പ്രവാചകനെ, നിന്നെ പോലൊരു പ്രവാചകനെ ഞാൻ ഉയർത്തും. അവരുടെ സഹോദരന്മാരിൽ നിന്ന് നിന്നെ പോലൊരു പ്രവാചകനെ ഞാൻ ഉയർത്തും, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. അവൻ സ്വമേധയാ സംസാരിക്കില്ല, ഞാൻ കൽപ്പിക്കുന്നത് അവൻ നിങ്ങളോട് പറയും. എന്ന് വെച്ചാൽ അബ്രാഹത്തിന് 2 മക്കളാണ്. ആദ്യത്തെ കുട്ടിയുടെ പേര് ഇസ്മായിൽ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഇസ്ഹാക്ക്. അവരുടെ അമ്മമാര് 2 പേരാണെങ്കിലും അച്ഛൻ അബ്രാഹമായിരുന്നു, അവരുടെ പിതാവ് അബ്രാഹമായിരുന്നു. ഒരു ഇസ്മായിലിന്റെ വംശം. യഹൂദരും നമ്മൾ ക്രിസ്ത്യൻസ് എല്ലാവരും ഇസഹാക്കിന്റെ വംശത്തിലാണ്. അപ്പം സഹോദരരായില്ലേ? അപ്പോൾ ദൈവം, അള്ളാഹു ആക്ച്വലി 1,25,000 പ്രവാചകന്മാരെ നമ്മളുടെ ഈ ഭൂമിയിലേക്ക് അയച്ചിരുന്നു. എന്താണ്, ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ യോജിച്ചതായ പ്രവാചകന്മാരെയാണ് അള്ളാഹു അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ജീസസിനെ അയച്ചത് ഇസ്രായേൽക്കാർക്ക് വേണ്ടിയാണ് ജീസസിനെ അയച്ചത്, ലോകത്തിന് വേണ്ടിയല്ല. അതും ബൈബിളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ജീസസ് തന്നെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്. ജീസസ് തന്നെയാണ് പറയുന്നത്, യേശു തന്നെ പറയാണ്, ഞാൻ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടത്. അപ്പം ജീസസിനെ അയച്ചത് ഇസ്രായേൽക്കാരുടെ അടുത്തേക്കാണ്. എന്നാൽ ജീസസ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, ഞാൻ അധികം സംസാരിക്കുന്നില്ല. അപ്പൊ ഇതാരാണ് ഈ അധികാരി എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. പക്ഷേ ദ റിമൈൻ ട്രൂത്ത്, യേശുവിന് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ റിമൈനിങ് ട്രൂത്ത്, അതായത് ആ ലാസ്റ്റ് ടെസ്റ്റ്മെന്റ് കൊണ്ട് വന്നത് സാക്ഷാൽ നമ്മുടെ പ്രൊഫറ്റ് മുഹമ്മദ് നബിയാണ്, പീസ് ബി അപ്പോൺ ഹിം. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എനിക്കുമുണ്ടായിരുന്നു വളരെയേറെ തെറ്റിദ്ധാരണ. മുഹമ്മദ് നബി ഒരേ സമയത്ത് 4 ഭാര്യമാരെയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആളാണ്, ഒത്തിരി യുദ്ധങ്ങളൊക്കെ ചെയ്തിരുന്നു, ഇത്ര എനിക്കറിയത്തുള്ളായിരുന്നു. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് നബി വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മാവൻ്റെ കൂടെ ബിസിനസ്സിൻ്റെയൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ബിസിനസ്സിൻ്റെയൊക്കെ ആ സമയത്ത് തന്നെ ഒരു വളരെ റിച്ചായിട്ട് വളരെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഖദീജ ബീവി. അവരുടെ കൂടെ ബിസിനസ് ചെയ്തപ്പോൾ മുഹമ്മദ് നബിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയുമായ
ആ ഒരു ഇടപെടൽ, ആ ഒരു ബിസിനസ് ഖദീജ ബീവിക്ക് നല്ലതായി ബോധിച്ചു. അപ്പോൾ ഖദീജ ബീവി ഒരു വിധവയായിരുന്നു. ഖദീജ ബീവിക്ക് 40 വയസ്സും ഉണ്ടായിരുന്നു. എങ്കിലും ഖദീജ ബീവി കല്യാണത്തിൻ്റെ കാര്യം മുഹമ്മദ് നബീനെ അറിയിച്ചപ്പോൾ മുഹമ്മദ് നബിയാണ് സമ്മതം. അങ്ങനെ 25 വയസ്സുള്ള മുഹമ്മദ് നബി പീസ് ബി അപ്പോൺ ഹിം, ഹി മാരീഡ് ഖദീജ ബീവി ഹു വാസ് എ വിഡോ. ആരായിരുന്നു? വിധവയായിരുന്നു. പിന്നെ 40 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ 15 വയസ്സ് വ്യത്യാസമുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. എന്നിട്ട് 26 വർഷമാണ് അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചത്. 26 വർഷങ്ങൾക്ക് ശേഷം ഖദീജ ബീവി മരിച്ചപ്പോഴാണ് മുഹമ്മദ് നബി മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചത് തന്നെ. മറ്റൊരു വിവാഹം കഴിഞ്ഞിട്ടും ഖദീജ ബീവിയുടെ നന്മകളെക്കുറിച്ച് അവരോടൊക്കെ പറയുമായിരുന്നു. മറ്റുള്ള പത്നിമാരോടും പറയുമായിരുന്നു. വളരെ ഹി വാസ് വെരി ഡിവോട്ടഡ് ടു ഖദീജ ബീബി ഫോർ ദ 26 ഇയേഴ്സ്. 26 വർഷം വളരെ ഡിവോട്ടഡ് ആയിരുന്നു മുഹമ്മദ് നബി. ഇത് വായിച്ചപ്പം സത്യമാണ് എനിക്ക് ഐ റിയലി റിഗ്രറ്റ്. അയ്യോ, ഇത്ര നല്ല മനുഷ്യനോ ഞാൻ. എന്നിട്ട് പിന്നെ ഒരേ സമയത്ത് 4 വൈഫ്മാരുണ്ടെങ്കിൽ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ വന്നു. അയ്യോ, ഇതെന്തൊരു നല്ല സ്നേഹമായിരുന്നു, എന്തോ നല്ലൊരു പ്രണയമായിരുന്നു ആ ലൈഫിൽ. 26 വർഷമൊക്കെ ഒരുമിച്ച് നല്ലതായിട്ടൊക്കെ ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ആത്മീയനായ ആളായിരുന്നു നമ്മുടെ മുഹമ്മദ് നബി. എപ്പോഴും ഒരു മൗണ്ടിൻ്റെ മുകളിൽ ഹിറ എന്ന ഒരു ഗുഹയ്ക്കകത്ത് പോയി എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു, ധ്യാനിക്കുമായിരുന്നു. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്താണ് ഗബ്രിയേൽ മാലാഹ പ്രത്യക്ഷപ്പെട്ടത്. എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബിയോട് പറഞ്ഞു, വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് എനിക്കറിയില്ല, വായിക്കുക അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞത്തേക്ക് ഞാൻ കെട്ടിപ്പുണർന്നു. അപ്പോൾ ഇങ്ങനെ വേർക്കുക ചെയ്തു. എങ്കിലും അത് തുടർന്നു. ആ ഒരു ഗബ്രിയേൽ മാലാഖയുടെ പ്രത്യക്ഷപ്പെടൽ ഓരോരോ വാക്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി, ഓരോരോ വചനങ്ങൾ. അങ്ങനെ 23 വർഷം നീണ്ടു പോയി ഈ ഗബ്രിയേൽ മാലാഖയുടെ പ്രത്യക്ഷപ്പെടലും ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനിൽ. ആ 23 വർഷത്തെ റിവലേഷനാണ് വിശുദ്ധ ഖുർആൻ, അതായത് ലാസ്റ്റ് ടെസ്റ്റ്മെന്റ്. അഥവാ ജീസസിന് ബാക്കി അറിയിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ, ദ റിമൈനിങ് ട്രൂത്താണ് വിശുദ്ധ ഖുർആൻ. ജീസസ് പറഞ്ഞ അടുത്തയാൾ ലോകത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞു തോന്നുന്നു പ്രൊഫറ്റ് മുഹമ്മദ് നബിയാണ്, പീസ് ബി അപ്പോൺ ഹിം. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ്, നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി, നമ്മൾ ബൈബിളെല്ലാം വായിച്ചു എഴുതുന്ന ഓരോ വ്യക്തിക്കും നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. നിങ്ങൾക്കതിന് ഒത്തിരി ഡൗട്ടുകൾ വരും. ത്രിയേക ദൈവം, ജീസസ് വരുന്നോടം വരെ ത്രിയേക ദൈവത്തിനെ പറ്റി നമ്മളൊക്കെ അറിയത്തില്ലായിരുന്നു. ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് വന്നിരുന്ന എല്ലാ പ്രവാചകന്മാരും ഏക ദൈവത്തെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ജീസസ് വന്നു പോയതിനു ശേഷം അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായി. അതുപോലെ തന്നെ ജീസസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാൻ വഴിയും സത്യവും ജീവനാണ്, എന്നിൽ കൂടെ അല്ലാണ്ട് ആർക്കും പിതാവിൻ്റെ അടുത്ത് എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് വെച്ചാൽ, ജീസസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചാൽ, ആ ബൈബിളിൻ്റെ ആ വചനങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വഴിയും സത്യവും ജീവനാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ജീസസ് നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ. അപ്പം അല്ലാണ്ട് സ്വർഗത്തിലിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ അങ്ങനെയാണ് പഠിപ്പിച്ചത്? ഒരിക്കലും അല്ല. പിതാവിനോട് ജീസസും പഠിപ്പിച്ചത് ഏകദൈവത്തെ മാത്രമാണ്. നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും ഒന്നാണെന്ന് ഖുറാനിലും ഉണ്ട്, ബൈബിളിലും ഉണ്ട്. നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതുകൊണ്ട് ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. 10 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾ എന്നാണോ പറഞ്ഞേ? അല്ല, ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം അള്ളാഹു ഏകനാണ്. അതുപോലെ തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. ജീസസ് ദൈവപുത്രനാണെങ്കിൽ
ജീസസ് വരുന്നതിന് മുമ്പ് എത്രയോ പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരെല്ലാം എത്ര എത്ര അത്ഭുതങ്ങൾ ചെയ്തു. നിങ്ങൾക്കറിയാമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ, പഴയ നിയമമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം അത്ഭുതങ്ങൾ ചെയ്തു. ഇനി ജീസസ് അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഉചിതമായിട്ട് അള്ളാഹുവിൻ്റെ പുത്രന് എന്ന് പറയാൻ ആദമല്ലേ നല്ലത്. അതെന്ന് വെച്ചാൽ മണ്ണും കൊണ്ട് നല്ലൊരു രൂപം അള്ളാഹുവിൻ്റെ കരവേലയിലുണ്ടാക്കി നല്ലതുണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ സ്വന്തം ശ്വാസം കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ആദത്തിന്. അങ്ങനെയാണെങ്കിൽ ആദം ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതല്ല, ഒരു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതല്ല. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തം സന്താനം എന്ന് പറയുന്നത് ആദാമിനെ പറയാമല്ലോ. അപ്പം അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹുവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒவ்வொരു വ്യക്തിയും അള്ളാഹുവിൻ്റെ മക്കൾ. അപ്പം എല്ലാവരിലും വളരെ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മെസ്സഞ്ചർ ജീസസ് തന്നെയാണ്. അതുകൊണ്ടാണ് ജീസസ് രണ്ടാമതും വരും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ വായിക്കുമ്പോൾ എന്താണ് ജീസസിന് ഇനിയും പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ, അതാണ് ഗബ്രിയേൽ മലാഹ മുഹമ്മദ് നബിക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ the Quran will give all the directions, instructions and the guidance for all the aspect of life. എങ്ങനെയാണ് ഹസ്ബൻഡുമായിട്ട് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, കുട്ടിക്ക് രണ്ട് വർഷം മുലപ്പാൽ കൊടുക്കണം, പിന്നെ നമ്മൾ ദാനം കൊടുത്താൽ നമ്മളത് എടുത്തു പറയരുത്, നമ്മൾ ആർക്കെങ്കിലും ഒരു അന്നദാനം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ഷോ ഓഫ് കാണിക്കരുത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ എവറി ആസ്പെക്റ്റ് ഓഫ് ലൈഫ് ഖുർആനിനകത്തുണ്ട്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമ്മളെല്ലാവരും നമ്മൾ വായിക്കണം. ലാസ്റ്റ് ടെസ്റ്റ്മെൻ്റാണ്, 4 വിശുദ്ധ ഗ്രന്ഥമാണ് അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിരുന്നത്. ഒന്ന് മോശയ്ക്ക് തൗറ എന്നുള്ളത്, ദാവീദിന് സബൂർ, ജീസസിന് ഇഞ്ചീൽ, മുഹമ്മദ് നബിക്ക് ഖുർആൻ, പീസ് ബി അപ്പോൺ ദം. അപ്പം ഈ 4 ഗ്രന്ഥവും നമ്മൾ വായിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഹിന്ദുസ് അവർ വിചാരിക്കുക തന്നെ ഞങ്ങൾക്കൊന്നുമില്ല, അങ്ങനല്ല. നമ്മുടെ ഇന്ത്യ ആദ്യം ഇവിടെ ഫുൾ ഹിന്ദുസ് ആയിരുന്നു. ആദ്യകാലത്ത് നമ്മൾ ഉപനിഷത്തുകളൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ അവിടെ ഏകദൈവം മാത്രമേ ഉള്ളൂ. എല്ലാ വേദഗ്രന്ഥങ്ങളും എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഏകദൈവത്തെപ്പറ്റി മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കാലാകാലയളവിലാണ് അന്ധവിശ്വാസം വന്ന് ഈ വിഗ്രഹങ്ങളൊക്കെ വന്നു. ഒരു വിഗ്രഹത്തെയും കാരണം നമ്മളൊരു ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, അല്ലാഹുവല്ല നമ്മളെ സൃഷ്ടിച്ചത്. നമുക്കെങ്ങനെ അല്ലാഹുവിനെ സൃഷ്ടിക്കാൻ പറ്റും? ഒരു മണ്ണ് വെച്ച് ഒരു കുശവനാണ്, ഒരു കുശവന് അള്ളാഹുവിനെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? അപ്പസ്തോല പ്രവർത്തനം 7:48 പറയുന്നുണ്ട്, എന്തെന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. സ്വർഗം അള്ളാഹുവിൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും? ഞാനല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചത് ഞാനല്ലേ. എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഭവനം പണിയുകയോ? അന്ന് ഓർത്ത് നോക്കി, പാദപീഠം മാത്രമാണ് ഭൂമിയിൽ, സിംഹാസനം എവിടെയാ? സ്വർഗത്തിൽ ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാന്നുള്ളൂ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെറും പുഴുക്കളാണ്, വേറു പുഴുക്കളാണ്. നമുക്ക് അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യമേ തൊട്ടേ അള്ളാഹുവിന് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. വിഗ്രഹങ്ങളെ പൂടുക, വിഗ്രഹങ്ങൾക്ക് തിരി കത്തിക്കുക, വിളക്ക് കത്തിക്കുക, ഇതെല്ലാം വരുത്. എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതുകൊണ്ടാണ് എനിക്ക് ഇസ്ലാമിലെ കൂടുതൽ ഞാൻ ഈ നോയമ്പെടുത്ത സമയത്ത് ഞാൻ ഇതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, യെസ്, ഇതാണ് കറക്റ്റ് പാത, ഇവിടെയാണ് വെളിച്ചം, ഇവിടെയാണ് ഹെവനിലോട്ടുള്ള പോകാനുള്ള വഴി ഇവിടെയാണ്. ഇതിലെ കൂടെ പോയാൽ നമുക്ക് പോകാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ ഇവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈക്വലാണ്. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ കറുത്തയാളെന്നോ വെളുത്തയാളെന്നോ ദാരിദ്ര്യനെന്നോ അങ്ങനെ ഒന്നുമില്ല.
നിങ്ങൾ കോസ്മോപൊളിറ്റൻ ഏതെങ്കിലും ഒരു മോസ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കുവാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്ന കാണാം. അവരുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു പക്ഷേ ഒരു മിനിസ്റ്റർ ആയിരിക്കാം, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് ഒരു കുഷ്ഠരോഗിയായിരിക്കാം. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. അവർ അല്ലാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. യുണൈറ്റി ആൻഡ് ഈക്വാലിറ്റി. ഇസ്ലാമിൻ്റെ സ്റ്റാൻഡ് പോയിന്റ് തന്നെ ദ വൺനെസ് ഓഫ് ഗോഡ്. എല്ലാവരുടെ ഒരു കോമൺ ഫെയ്ത്താണ്. അവർക്ക് ഒരേ ഒരു ദൈവം, എല്ലാം സൃഷ്ടിച്ചൊരു ദൈവം. അതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസിൽ നോക്കുവാണെങ്കിൽ 1000 സഭയുണ്ട്, ഒരു ഗ്രന്ഥവും. ഈ ഒരു ഗ്രന്ഥത്തായിട്ടാണെങ്കിൽ എല്ലാവരും കളറി മത്സരം ഉണ്ടാക്കുന്നത്. അവിടെയും ഇവിടെയും എല്ലാം കിടന്നിട്ട് അങ്ങോട്ടങ്ങ് മത്സരവും ഒക്കെയാണ്. ഈ ഹിന്ദുസിൻ്റെ അവിടെ നോക്കുകയാണെങ്കിലും അവർക്ക് വലിയ ജാതി, ചെറിയ ജാതി, അങ്ങനെ. മനുഷ്യരെല്ലാവരും ദൈവമക്കളാണ്, ദൈവം സൃഷ്ടിച്ചവരെല്ലാവരും അല്ലേ. അവരോട് കരുണയായിരിക്കുക നമ്മളെല്ലാവരും. കുറേ അവിടെയാണ് എൻ്റെ കണ്ണ് തുറന്നത്. ഇതാണ് സത്യം. ഇവിടെ നമുക്ക് വലിയവരൊന്നും ചെറിയവരൊന്നും മനുഷ്യരെല്ലാവരും ഒന്നും. ഇവിടെ സുപ്പീരിറ്റി ഒന്നുമില്ല, അയാളെക്കാളും വലുതൊന്നുമില്ല ഇസ്ലാം. അതല്ലേ ശരി? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ കൈ ഒന്ന് മുറിച്ചാൽ ചുമന്ന രക്തമല്ലേ വരുന്നത്, അല്ലാതെ ഉയർന്ന അവർക്ക് പച്ച രക്തമോ ബ്ലൂ രക്തമോ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും ഏതൊരു ഹ്യൂമൻ ബീങ് ആയിക്കോട്ടെ അവർക്ക് എന്തുകൊണ്ടാണ് ചുമന്ന രക്തം വന്നു? എന്നാൽ പിന്നെ അള്ളാഹുവിന് താഴ്ന്ന ജാതിയും വലിയ ജാതിയും അങ്ങനെ സൃഷ്ടിക്കായിരുന്നല്ലോ. പല ബ്ലഡും എടുത്ത് ബ്ലൂ ബ്ലഡ് താഴ്ന്ന ജാതി, റെഡ് ബ്ലഡ് ഉയർന്ന ജാതി. എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്ത? കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്ന നമുക്ക് എല്ലാ നന്മകളെക്കുറിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് നമുക്ക് കാണുക, എല്ലാ ഹ്യൂമൻ ബീങ്സും. അപ്പോൾ നമുക്കൊക്കെ ഒത്തിരിയൊക്കെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ കൂട്ടി സൂക്ഷിച്ചു വയ്ക്കാതെ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ബാക്കി മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ നമ്മുടെ നമ്മുടെ സഹോദരരെല്ലാവരും അതൊക്കെ കഴിയുന്നതിൽ നമ്മൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ നോക്കുക. കാരണം നാളെ നമ്മളങ്ങ് മരിച്ചു പോയാൽ ഇതൊക്കെ എങ്ങോട്ട് പോകും? എന്ത് ചെയ്യും? അപ്പോൾ നമ്മളുടെ വിയർപ്പം കൊണ്ടുണ്ടാക്കിയ ആ ക്യാഷൊക്കെ നമ്മൾ തന്നെ സഹായിക്കുവാണെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് തന്നെ കിട്ടും. അല്ല നമ്മൾ മരിച്ചു പോയിട്ട് നമ്മുടെ പിള്ളേരെ ദർശനം കൊടുത്താൽ നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മളുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയ നമ്മൾ തന്നെ ആ ഒരു ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പുണ്യമായിരിക്കും. കാരണം ഇതെല്ലാം കൂടി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാ ശരിക്കും? നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുക. അതാണ് ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം ആത്മസമർപ്പണം ദൈവത്തിന് മുമ്പിൽ. അതാണ് ഇസ്ലാം ഒരു മതമല്ല, ദൈവത്തിലെല്ലാം ദ പേഴ്സൺ ഹൂ സറണ്ടർ ഹിസ് വിൽ ടു ഗോഡ് വോളണ്ടറിലി, ദാറ്റ് ഈസ് മുസ്ലിം. നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ടാകും, എനിക്ക് വീട് വേണം, എനിക്കൊരു കാർ വേണം, എനിക്ക് വലിയ ആളാണ്. അതൊന്നുമില്ല ഇസ്ലാമിൽ. ഇസ്ലാം എന്ന് വെച്ചാൽ നാളത്തെ കാര്യം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നാ ഉറപ്പ്? ഒരു സൈക്ലോൺ വന്നാൽ മതി, ഒരു ഫ്ലഡ് വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ഭൂമികൾക്ക് വന്നാൽ മതി, തീർന്നില്ലേ? അപ്പോൾ നാളത്തെ കാര്യം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് എനിക്കും ഇതിലോട്ട് വരാൻ വന്നത്. കാരണം ഞാനൊരു റോമൻ കത്തോലിക്ക കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ അടുക്കള വശത്തോടെ കയറി വരാനൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് പാവം തോന്നിയിട്ടുണ്ട്. അയ്യോ പാവം ചേട്ടത്തി എന്താ. അപ്പോൾ അങ്ങനെ ഒത്തിരി തിരിച്ചു വ്യത്യാസമല്ല, എനിക്കതൊക്കെ വളരെ ഒരു വിഷമം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമിനോട് ഒന്ന് പറഞ്ഞപ്പോഴത്തേ എല്ലാവരും എനിക്കിഷ്ടമാണ്. എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. പ്രപഞ്ചനാഥൻ്റെ മേൽ സ്വാധീനവും സമൃദ്ധവും ചെലുത്താൻ ചില ദേവീദേവന്മാർക്കും ചില പുണ്യാത്മാക്കൾക്കും സാധിക്കുമെന്ന മിഥ്യാധാരണയാണ് നമ്മളെയൊക്കെ വഴിതെറ്റിച്ച ഒന്നാമത്തെ ഘടകം. പഠിച്ചവനെ ശുപാർശ കൊണ്ട് വശത്താക്കാനും പഠിച്ചവൻ്റെ തീരുമാനങ്ങളും നടപടികളൊക്കെ മാറ്റാം, ഏതെങ്കിലും ഒരു ശക്തിക്ക് മാറ്റാമെന്ന വിശ്വാസം പഠിച്ചവൻ്റെ പരമാധികാരത്തിൻ്റെ നിഷേധമത്രേ. 3, പാപിയായ മനുഷ്യന് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള അർഹതയില്ലെന്നും ഏതെങ്കിലും ഒരു പുണ്യാത്മാക്കളുടെയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനുടെയോ മധ്യവർത്തിയാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അവരുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എന്ന മിഥ്യാധാരണ അടുത്തത്. സൃഷ്ടിയെ സൃഷ്ടാവിൽ നിന്നും അകറ്റി നിർത്തുന്ന ഈ നിലപാട് അള്ളാഹുവിൻ്റെ സജീവമായ സാന്നിധ്യത്തെയും
പരമമായ ദയവായ്പിനെയും ഈ ഫലത്തിൽ നിഷേധിക്കുകയാണ്. പുരോഹിതന്മാരും പൂജാരികളും പല ഇടത്തട്ടുകാരും ദുർബല മനസ്കരായ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ഈ നിലപാട് സഹായകമാകുന്നു. സൃഷ്ടാവിൻ്റെ സഹായവും അനുഗ്രഹവും പ്രത്യേക വിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും മാത്രം അവകാശപ്പെട്ടതാണെന്ന് വാദിച്ചുകൊണ്ട് ദൈവത്തെ കുത്തകയാക്കി മാറ്റുന്ന ആൾക്കാരും ഉണ്ട്. മിക്ക ദൈവവിശ്വാസികളും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നേരിട്ട് വിധിവിലക്കുകൾ മനസ്സിലാക്കുന്നതിന് പകരം പുരോഹിതന്മാരുടെയും പൂജാരികളുടെയും വിധികൾ സത്യത്തിൻ്റെ മാനദണ്ഡമാക്കി സ്വീകരിക്കുകയാണ്. എല്ലാ വേദങ്ങളും പ്രതിപാദിക്കുന്ന ഒരേ വിശ്വാസത്തെ പറ്റിയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും കാതലായ ഭാഗം ഏകദൈവികമത്രേ. ഖുറാനിൽ അൽ ബഖറ 2-ാമത്തെ അധ്യായം 135 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ യഹൂദരായാലോ ക്രിസ്ത്യാനിയായാലോ നേർവഴിക്ക് ആകുള്ളൂ എന്ന് പറയുന്നതല്ല ശരി. പിന്നെയോ വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായ എബ്രാഹിമിൻ്റെ മാർഗം പിൻപറ്റലാണ്. കാരണം അദ്ദേഹം ബഹുദൈവ ആരാധകനിൽ പെട്ടവനായിരുന്നില്ല. ഇസ്ലാമിൻ്റെ 5 പില്ലേഴ്സാണ് ഷഹദ, പ്രയർ, ഷഖാത്ത്, ഫാസ്റ്റിംഗ് ആൻഡ് ഹജ്ജ്. എന്താണ് ഷഹദ്? കലിമ, ദ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, അതാണ് ഷഹദ്. ഇസ്ലാം എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ആർക്കു വേണമെങ്കിലും ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി നമുക്ക് ഇസ്ലാമായി മാറാൻ പറ്റും. കാരണം ഇന്ന് പലർക്കും ഇസ്ലാമിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇസ്ലാം ആകണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ നമുക്ക് ഇസ്ലാം ആകാൻ സാധിക്കും, ഈ ഷഹദ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ ഇസ്ലാമിലോട്ട് വരുമ്പോൾ നമുക്ക് വളരെയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഒറ്റപ്പെടും, ചിലപ്പോൾ വീട്ടുകാർക്ക് നാണക്കേടൊക്കെ വരും. എങ്കിലും ഇസ്ലാമിനെ തിരിച്ചറിയുന്നവർ ഷഹദ, ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, ഷഹദ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമായി. ഇസ്ലാം എങ്ങനെയാണ്? നമ്മൾ ഒരു വിഗ്രഹത്തെയും നമ്മൾ വണങ്ങുന്നില്ല, അതാണ് ഇസ്ലാം. ശരിയാണോ? നമ്മൾ ഒരു വിഗ്രഹത്തെയും വണങ്ങുന്നില്ല. എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളുടെ ആരാധനയെല്ലാം പക്ഷെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഖുറാനിലാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ജീസസ് അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ജീസസ് പറഞ്ഞത്, ലോകത്തിൻ്റെ അധികാരി വരുന്നു, നിങ്ങളെല്ലാം പഠിപ്പിക്കും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക്, അത് സത്യത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളെ നയിക്കും. അതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? അയ്യോ ദൈവമേ എനിക്ക് കാറ് തരണേ, വീട് തരണേ, അതല്ല പ്രാർത്ഥന. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എല്ലാം നമുക്ക് വായു തരുന്നു, നമുക്ക് വെള്ളം തരുന്നു. ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഒരു വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നമ്മളെപ്പോഴും അല്ലാഹുവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതാണ് 5 നേരത്തെ നിസ്കാരം. ഷഹദ എന്ന് പറയുന്നത്, ഇന്നു മുതൽ ഒരു വിഗ്രഹത്തെ ഞാൻ ആരാധിക്കുകയില്ല, ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഏവർക്കും ഇപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റു പറയാം. അതാണ് ഷഹദ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മീൻസ് എല്ലാ പ്രാർത്ഥനയും ദൈവത്തിന് മാത്രം, ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇതെല്ലാം സൃഷ്ടിച്ച ഒരേ ഒരു ദൈവത്തെ, ഏക ദൈവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം അതുപോലെ തന്നെ മെസ്സഞ്ചറെ, ദൈവമായി അയച്ച മെസ്സഞ്ചർ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പം ജീസസിനെ അയച്ചതാണ്, ജീസസ് പഠിപ്പിച്ച ബൈബിളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ മെസ്സഞ്ചർ മുഹമ്മദ് നബീനെ നമ്മൾ വിശ്വസിക്കുന്നു ഖുറാൻ്റെ. അപ്പോൾ അതാണ് ഈ ഒരു ഷഹദ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും മുസ്ലിമായി കഴിഞ്ഞു. അതായത് എല്ലാ വർഷിപ്പും എല്ലാ പ്രാർത്ഥനയും ഒരേ ദൈവമല്ലാതെ മറ്റൊരാളില്ല ഈ ലോകത്ത് ആരാധിക്കാൻ. ആരാധനയ്ക്ക് യോഗ്യമായ ഒരേ ഒരാൾ ദൈവം, സർവശക്തനായ ദൈവം മാത്രം, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം മാത്രം. ഇന്നു മുതൽ ഞാൻ ഒരു വിഗ്രഹത്തെ വണങ്ങത്തില്ല എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ചൊല്ലിക്കോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹ് എന്ന് വെച്ചാൽ അറബിക് വേർഡാണ്, എന്ന് വെച്ചാൽ കർത്താവായ ദൈവമേ എന്ന് തന്നെയാണ് അല്ലാഹ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രാവശ്യം പ്രവാചകനെ ഉയർത്തിയത് ഒരു അറബ് സമൂഹത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അറബിയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ അല്ലാ എന്നാണ്. അപ്പം ദൈവമേ എന്ന് പറയുന്നത്, അല്ലാഹ് എന്ന് പറയുന്നത് എല്ലാം സെയിം തന്നെയാണ്, ഒരേ ദൈവത്തിനാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഷഹദ്. രണ്ടാമത്തത് പ്രയർ.
പ്രെയർ എന്ന് വെച്ചാൽ 5 നേരം നിസ്കരിക്കുകയാണ്. വെളുപ്പിന് 5:30 മുമ്പ്, 5:30 മുമ്പ്, പിന്നെ 12 മണിക്ക്, പിന്നെ 4 മണിക്ക്, പിന്നെ 6 മണിക്ക്, പിന്നെ 8 മണിക്ക്, അങ്ങനെ 5 നേരം. അപ്പോൾ ബാങ്ക് ചെല്ലുമ്പോഴാണ് നമ്മളെല്ലാവരും പെട്ടെന്ന് ചുമ്മാ നമ്മളൊക്കെ എങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നത് തോന്നുമ്പോൾ നമുക്ക് തോന്നുമ്പോഴല്ലേ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല. 5 നേരം എല്ലാവരും ആ ബാങ്കിൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിശുദ്ധിയോടെ കൂടെ വന്ന് നിൽക്കണം. നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുന്നത്. ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ല നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം പറയാൻ വേണ്ടിയല്ല വന്ന് നിൽക്കുന്നത്. അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്വഴക്കത്തോടെ, അച്ചടക്കത്തോടെ, താഴ്മയോടെ നമ്മളവിടെ വന്ന് ഒരു അടിമയെ പോലെ വന്ന് നിൽക്കുകയാണ്. അള്ളാഹുവെ, ഈ നിമിഷം ഞങ്ങൾക്ക് എല്ലാത്തിനും നന്ദി പറയാനായിട്ട്, സ്തുതിക്കുവാനായിട്ട് നമ്മൾ വന്ന് അള്ളാഹുവിൻ്റെ മുമ്പ് വന്നിരിക്കുന്നതാണ് പ്രെയർ. അതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല പോസ്ചറാണ്. നമ്മൾ ഒന്നിങ്ങനെ ബോ ചെയ്യുന്നു, പിന്നെ പ്രോസ്ട്രേറ്റ് നമസ്കരിക്കുന്നു. ഫുൾ നമ്മൾ തറയിൽ നമ്മൾ നെറ്റിയും മൂക്കും മുട്ടിച്ച് അതിനുശേഷം എഴുന്നേറ്റ് പിന്നെ ഇരുന്ന് അങ്ങനെയാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ നെറ്റിൽ നോക്കുക എങ്ങനെയാണ് നിസ്കാരം ചെയ്യുന്നത്. അവരുടെ ഒത്തിരി ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ അത് കണ്ടിട്ട് വീട്ടിലിരുന്ന് നിങ്ങളൊന്നും ആരാധിക്കുന്നേ അല്ലാഹുവിനെ, മറ്റുള്ളവരൊന്നും കാണണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളാവും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖിതയും നമ്മളൊത്തിരി അതിനെ തരണം ചെയ്യാൻ, ഫേസ് ചെയ്യാൻ, എന്നെ പോലെ ഫേസ് ചെയ്യാൻ റെഡിയുള്ളവരാണെങ്കിൽ കം ടു ഇസ്ലാം. അതാണ് റിയൽ പാത്ത്. അപ്പം അതാണ് പ്രെയർ. മൂന്നാമത്തത് സക്കാത്ത്. സക്കാത്ത് എന്ന് വെച്ചാൽ എല്ലാ മുസ്ലിമും ഇറ്റ് ഈസ് മസ്റ്റാണ് വർഷത്തിലൊരിക്കൽ അവരുടെ സമ്പത്തിൽ നിന്നും 2.5% ആർക്കെങ്കിലും യോഗ്യതയുള്ളവർക്ക് സഹായിക്കണമെന്നാണ്. അത് മസ്റ്റാണ്, എല്ലാ മുസ്ലിമും സ്വീകരിക്കണം. പിന്നത്തേത് സക്കാത്ത് കഴിഞ്ഞിട്ടാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു വർഷത്തിലെ ഒരു മാസം 30 ദിവസം രാവിലെ വെളുപ്പിന് സൂര്യൻ നിൽക്കുന്നതിന് മുമ്പേ തുടങ്ങിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നിടം വരെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ശാരീരിക ബന്ധം പാടില്ല. ഇതാണ് ഫാസ്റ്റിംഗ്. ഈ 30 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ വലിയ അനുഗ്രഹം നമുക്കുണ്ടാകും. കാരണം പഴയ നിയമത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഉപവാസത്തിന് പ്രാർത്ഥന. പക്ഷേ ഈ പുതിയ നിയമത്തിന് ശേഷം പിന്നെ ആർക്കും വലിയ ഉപവാസം എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് കൂടെ ഇരിക്കുകയാണ്. അപ്പം ഏറ്റവും നല്ല റംസാൻ മാസത്തിൽ നമ്മൾ എല്ലാവരും ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഇഷ്ടം. പിന്നത്തേത് ഹജ്ജ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ഹജ്ജിന് പോവുക. നമ്മൾ സാമ്പത്തികം ഹജ്ജ് എന്ന് വെച്ചാൽ മക്ക, ദ സെൻറ്റർ ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ സെൻറ്ററിലാണ് ഈ മക്ക. അപ്പം ഈ മക്കയിൽ പോകണം എന്നാണ് യുണൈറ്റ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മുസ്ലിംസും ആ സമയത്ത് എല്ലാവരും ആ മക്കയിൽ വരാറുണ്ട്. അപ്പോൾ മക്കയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മുസ്ലിംസിലെല്ലാവരും ഒന്ന് പോകണമെന്നാണ്. പോകണമെങ്കിൽ എങ്ങനെ പോകേണ്ടത്, ചുമ്മാ ഒന്നും പോകാൻ പറ്റത്തില്ല. ആരോടെങ്കിലും വൈരാഗ്യമൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ എല്ലാവരോടും കോംപ്രമൈസ് ആകണം. പിന്നെ ആർക്കും കടമൊന്നും എല്ലാവർക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടും കടമെല്ലാം തീർത്തിട്ടൊക്കെ വേണം ഹജ്ജിന് പോകാൻ. നമുക്ക് വളരെ നിർമ്മലമായ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുമായിട്ടാണ് നമ്മൾ മക്കയിൽ പോകുന്നത്. അപ്പം ഇതാണ് 5 പില്ലേഴ്സ്. പിന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് പറഞ്ഞു തന്ന അൽ-ഫാത്തിഹ എനിക്ക് വളരെ വളരെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഇവിടെ ഏറ്റവും നല്ലൊരു സുറയാണ് അൽ-ഫാത്തിഹ. ഒരു നിമിഷം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം ആമീൻ. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരും കല്യാണം കഴിച്ചവരായിരുന്നു. എല്ലാ പ്രവാചകരും കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തിമോത്തിയോസിൽ 3-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് മെത്രാന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, വളരെ അച്ചടക്കമുള്ളവനായിരിക്കണം, അതിഥി സൽക്കാരനായിരിക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ അതിന് താഴെ എഴുതിയിട്ടുണ്ട്, സ്വന്തം കുടുംബം ഭരിക്കാൻ അറിയാത്ത ആൾ എങ്ങനെ ദൈവത്തിൻ്റെ സഭയെ ഭരിക്കും? ശരിയല്ലേ?
അതായത് ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിന് ഞാൻ ഒരു സിസ്റ്ററിൻ്റെ ലേബർ റൂമിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു സിസ്റ്ററായിരുന്നു. അപ്പോൾ ഈ പ്രസവ വേദന എന്ന് പറയുന്നത് വിട്ട് വരുന്നത് ഒന്ന് വരും, പിന്നെ അങ്ങ് നിൽക്കും. കുറച്ച് നേരം ശേഷം പിന്നെ വരും, പിന്നെ അങ്ങനെ വന്നപ്പം എനിക്ക് വേദന വരുമ്പോഴത്തേക്കും ഞാൻ അയ്യോ 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 എന്നത്തേക്ക് സിസ്റ്റർ അയ്യോന്ന് പറയില്ല മാതാവെന്ന് പറയും. അയ്യോ എൻ്റെ മാതാവെന്ന് പറയാം. മാതാവ് വേദന വരുമ്പോൾ നമുക്ക് അത് പേരൊക്കെ വരുമോ നമ്മൾ അറിയാതെ അയ്യോ അയ്യോ നമ്മളങ്ങനെ യൂസ്ഡായിപ്പോയല്ലോ. പിന്നെ ഞാൻ പറയാം മാതാവേ 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 എന്ന് പറയും. പിന്നെ വേദന കൂടുതൽ അയ്യോ അയ്യോ എന്ന് പറയരുത്. ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ അസിസ്റ്റൻ്റ് സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഒരു കുട്ടി പ്രസവിക്കാൻ കിടക്കുക. ആ കുട്ടി അയ്യോ എന്ന് നോക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും പറയാം, മോളെ സാരില്ല, മോളെ ശ്വാസം വലിച്ചു വിട്. ഓക്കെ ഇപ്പോൾ തന്നെ ഉടനെ പോകും, എല്ലാം ശരിയാവും കേട്ടോ, ശ്വാസം വലിച്ചു വിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കും. അവരെ തടവി ഓക്കെ ആ കുഞ്ഞിൻ്റെ അവരുടെ വേദന നമ്മളും അവരൊപ്പം കൂടും വേദനിക്കാൻ. അവർ എന്താ ചെയ്യണം, ഇതെടുക്ക്, നമ്മൾ അവരോട് സഹകരിക്കണം, ഇത് മാറ്റ് അതേ മാറ്റി ഇനി എന്താ വേണ്ടേ, ഓക്കെ തിരിഞ്ഞു കിടക്കണോ. നമ്മൾ മാക്സിമം അവരോട്, കാരണം അവരനുഭവിക്കുന്ന വേദന നമ്മൾ അനുഭവിച്ചവർക്കറിയാം ഇല്ലേ. അതുകൊണ്ടാണ് അച്ഛന്മാരെല്ലാവരും കല്യാണം കഴിക്കുവാണ് വേണ്ടത്. അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച് നിങ്ങൾ നല്ല കുട്ടികൾക്ക് ജന്മം കൊടുത്ത് അവരെ അച്ഛൻ പട്ടമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ വന്ന് മറ്റുള്ളവർക്ക് അങ്ങനെ നല്ലൊരു സൊസൈറ്റി ഉണ്ടാവും. അച്ഛന്മാരും കന്യാസ്ത്രീകളും കല്യാണം കഴിക്കുമ്പോൾ നല്ല സൊസൈറ്റിയാണ് വന്നത്. അതുകൊണ്ട് കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഖുറാനിലുണ്ട് വ്യഭിചാരത്തിനുള്ള ഒരു പ്രവണത ഉണ്ടാകും എന്നതുകൊണ്ട് നിങ്ങൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയും ഉണ്ടായിരിക്കട്ടെ. അത് സത്യമാണ്. മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നല്ലതല്ല എന്നറിഞ്ഞുകൊണ്ടുമാണ് അള്ളാഹു ആദത്തിൻ്റെ ഒരു വാരിയെല്ലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചത്. എല്ലാ വികാരവും എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു തന്ന വികാരം എന്തിനാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്? അതുകൊണ്ട് ഖുറാനിൽ അള്ളാഹു തന്നൊന്നും നമ്മൾ വേണ്ടാന്ന് വയ്ക്കാൻ പാടില്ല. അപ്പം തിമോത്തിയോസൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാവരോടും പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ സ്നേഹമാണ്. അവിടെ നമുക്ക് കാസ്റ്റ് എന്നില്ല, കളർ എന്നില്ല, ഒരു ജാതി എന്നില്ല, രാജ്യമെന്നില്ല, ഒന്നുമില്ല. സ്നേഹം, പരസ്പരം സ്നേഹിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ, ആരുടെയും ശാപമാക്കി കേൾക്കാതെ, നമ്മൾ കാരണം ഒരു വ്യക്തിയുടെ കണ്ണുനീര് വരാൻ പാടില്ല. ആരെ കരയിപ്പിക്കരുത്, ആരെയും വിഷമിപ്പിക്കരുത്. നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ നമ്മുടെ ഒരു ചിരിയും കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അപ്പോൾ ഒന്ന് കൊരിന്ത്യർ 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്തളമോമാണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇതാരാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരെയും. അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അപ്പൻ എന്തെല്ലാം കൊടുത്താൽ അവിടെ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അച്ഛന്മാരായിക്കോട്ടെ, ഇന്നൊരു ചില സിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും കണ്ടാൽ അവർക്ക് അവരുടെ മുഖത്തൊക്കെ എന്തൊരു പുച്ഛമാണോ എൻ്റെ ദൈവമേ. അവരുടെ ഡ്രസ്സിന് പോലും അവരൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. എന്നാൽ ചില സിസ്റ്റേഴ്സും ഉണ്ട്, നല്ല സിസ്റ്റേഴ്സും ഉണ്ട് അച്ഛന്മാരോടും. ചില അച്ഛന്മാരൊന്ന് മുഖത്ത് നോക്കിയാൽ ചിരിക്കത്ത് പോലുമില്ല. അവരൊക്കെ നമ്മളെ ഇങ്ങനെ പിശാചിനെ കാണുന്നല്ലോ നോക്കുന്നത്. നമ്മളൊക്കെ പാപികളാണ്, അവർ വലിയ മലഹന്മാരെന്നുള്ള രീതിയിൽ. അപ്പം ഇത് ശരിക്കും അവർക്കുള്ളതാണ്. അവരൊക്കെ എത്ര ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഇതുള്ളൂ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പം ഈ സ്നേഹം ഇത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. നമ്മളൊക്കെ എത്രയായാലും ഇപ്പം വേറൊരു ഉദാഹരണം പറയാം. ഒരു ചേച്ചി ഭയങ്കര പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ട്രൂപ്പിലൊക്കെ ഭയങ്കര എല്ലാവരും പ്രാർത്ഥനയ്ക്ക് മാമോദീസ മുക്കുക, അവരെ കൊണ്ടുവരിക, അവരുടെ വീട്ടിൽ പോയി സുവിശേഷം സംസാരിക്കുക, ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നൊരു ചേച്ചി
മരിക്കാനായിരിക്കുക. ആ ചേച്ചി ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ ആ ചേച്ചീനെ പറയുക, ദൈവമേ ഇതാ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നിൻ്റെ സന്നിധിയിലോട്ട് വരാൻ, നീ എന്നെ എപ്പോൾ വെള്ളം വിളിച്ചോ എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, നിന്നെ ഞാൻ അറിയില്ല. ഞാൻ എന്തോരം ശുശ്രൂഷകളായത്, എത്ര പേരെ ഞാൻ മാമോദിസ മുക്കി, എത്ര പേരെ ഞാൻ ജ്ഞാനസ്നാനം കൊടുത്ത്, എത്ര പേരുടെ വീട്ടിലാണ് ഞാൻ പോയി സുവിശേഷം പ്രസംഗിച്ചത്. അള്ളാഹു നിനക്കെന്നെ അറിയത്തില്ലെന്നോ? അപ്പം അള്ളാഹു പറയാം, നീ നിൻ്റെ സ്വന്തം സഹോദരിയോട് ഒന്ന് സ്നേഹമായിട്ട് മിണ്ടിയിട്ട് എത്ര വർഷങ്ങളായി. അന്നേരമാണ് ആ ചേച്ചിക്ക് മനസ്സിലായത്, ആ ചേച്ചിയുടെ സ്വന്തം സഹോദരി, സ്വന്തം കൂടപ്പുറപ്പിനോട് ഇതുവരെ മിണ്ടിയില്ല. പക്ഷെ വലിയ ശുശ്രൂഷയൊക്കെയാണ്. കൂടപ്പുറപ്പോഴും നമ്മുടെ ബന്ധുക്കാരോടൊന്നും മിണ്ടാതെ എത്ര ശുശ്രൂഷകൾ ചെയ്താലും ദൈവം നമ്മളെ അറിയില്ല. അതുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ കുറവായിരിക്കും. ഒരുവന് ഏറ്റവും ശത്രുക്കൾ അവരുടെ കുടുംബത്തിലാണ്, ഇല്ലേ? ഒരുവൻ്റെ ശത്രു അവൻ്റെ വീട്ടുകാരാണ്. ഞാനിപ്പം ഇസ്ലാമിലോട്ട് മാറി, എനിക്ക് ഒത്തിരി വിഷമങ്ങൾ, ഒരുപാട്. സത്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്കിപ്പോൾ ആരുമില്ല. എനിക്കിപ്പം എനിക്ക് മുസ്ലിം സഹോദരങ്ങൾ തന്നെ വേണം എന്നെ രക്ഷിക്കാൻ. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് പകച്ചു നിൽക്കുകയാണെങ്കിലും പേടിയിൽ അള്ളാഹു എന്നെ കൈവിടത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. വീട്ടിലോട്ടൊന്നും എനിക്ക് എറിയേക്കരുത്, തട്ടയിട്ട് വന്നേക്കരുത് എന്നൊക്കെ പല വാക്കുകളാണ്, ഒത്തിരി വേദനിക്കുന്ന വാക്കുകൾ. പല ഫംഗ്ഷനുകൾ എന്നൊക്കെ വിളിക്കാതെ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണെങ്കിലും പ്രാവശ്യം ഞാനൊരു ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് എന്നെ പിക്ക് ചെയ്യാൻ ഒരു ഫ്രണ്ട് വന്നു. അടുത്തെത്തിയപ്പോഴത്തേക്കും ചോദിക്കുക, അതേ തലയിൽ തട്ടിട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കുറച്ച് പറഞ്ഞേ, അതെ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അഡ്രസ്സ്. എന്നെ പിക്ക് ചെയ്യാൻ അവർക്കെല്ലാവർക്കും നാണക്കേടാണ്. തട്ടമിടുന്നത് തന്നെ അവർക്കൊരു നാണക്കേടാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പള്ളിയിൽ തന്നെ പോയാലും ഉണ്ടല്ലോ, അതിനകത്തുണ്ട് കൊറിന്ത്യൻസിൻ്റെ ചാപ്റ്ററിലുണ്ട് നമ്മൾ തലമറക്കണം, എല്ലാ സ്ത്രീകളും തലമറക്കണം എന്ന് ഉണ്ട്. പക്ഷേ ഇന്ന് പള്ളിയിൽ എത്ര പേര് തലമറിച്ച് പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. അരപ്പാവാടയൊക്കെ ഇട്ട്, സ്ലീവ്ലെസ് ബനിയനൊക്കെ ഇട്ട്, ആണുങ്ങളുടെ അവരുടെ ഭക്തി ഡിസ്ട്രാക്ഷൻ ചെയ്യാനായിട്ടാണ് ചില പെൺകുട്ടികൾ പള്ളിയിലോട്ട് വരുന്നത്, അവരെ ആകർഷിപ്പിക്കാനായിട്ട്. നിങ്ങൾക്കെല്ലാം ഇപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഈ വരുന്ന ആമ്പിള്ളേരുടെ കൺട്രോൾ പോയി. അപ്പോൾ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഡ്രസ്സൊക്കെ ശ്രദ്ധിച്ചു വരിക. അതുപോലെ തന്നെ മാതാവിൻ്റെ ഭക്തരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ജീസസ് വന്നപ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ മുടി കാണിച്ച് ആരെങ്കിലും ഉണ്ടായിരുന്നു? എല്ലാവരും കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സായിരുന്നു, ഫുൾ ദേഹം മറിച്ചിട്ടും അവർ മുടിയൊക്കെ മറിച്ചിരുന്നു. മാതാവും അങ്ങനെയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കൊന്തയൊക്കെ ചെല്ലുമല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ മാതാവിനെ അനുകരിക്കാത്തത്? മാതാവിൻ്റെ ഡ്രസ് കോഡ് അനുകരിക്കണ്ടേ? അതുപോലെ തന്നെ കൊന്ത ബൈബിളിൽ ഇല്ല. കൊന്ത ബൈബിളിൽ ഇല്ല. ഇത് സഭ ഉണ്ടാക്കിയതാണ്. ഈ കൊന്ത നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. അപ്പോൾ എത്ര പ്രവാചകന്മാരുടെ അമ്മയുണ്ട്? സ്നാപകാനൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കാത്തത്? എത്ര പ്രവാചകന്മാരുടെ അമ്മയുണ്ട്? അപ്പോൾ അങ്ങനല്ല, മാതാവ് ഈ ലോകത്തിൽ ബഹുമാന്യയായ ഒരു സ്ത്രീയാണ്. ഞാനും അധികം ബഹുമാനിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രം. ഐ റിയലി ലവ് മാതാവ്, ഐ ലവ് ജീസസിൻ്റെ എല്ലാം പഠിപ്പിച്ചെല്ലാം ഐ റിയലി ലവ് ഇറ്റ്, ഐ ലൈക്ക് യു സോ മച്ച്. പക്ഷെ ഞാൻ ജീസസിനോട് പ്രാർത്ഥിക്കത്തില്ല. അള്ളാഹു എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പിന്നെ ത്രിയേക ദൈവം, അത് തെറ്റാണ്. അത് ത്രിയേക ദൈവം ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ജീസസ് പോലും നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിക്കുക, പിന്നെ ഖുറാനൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അഗ്നിചോദനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വലിയതാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതിൻ്റെ വിശ്വാസം. ആ ഒരു തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്നൊരു സന്ദർഭമാണ് ഇപ്പം എൻ്റേത്. ഞാൻ ക്രിസ്ത്യാനിറ്റിയിലായിരുന്നപ്പോൾ എനിക്ക് ഇത്രയും വലിയ പരീക്ഷണമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന അല്ലാഹുവേ എനിക്ക് വയ്യ, അത്രത്തോളം ഞാനങ്ങ് ഒറ്റപ്പെട്ട് വളരെ നെരുങ്ങി വിഷമിച്ച് കഴിയുന്നൊരു ഇതാണ്. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൈവിടല്ലേ. അള്ളാഹു നീ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ അപമാനപ്പെടുത്തുക. കാരണം എന്തിനാന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം പ്രത്യേകിച്ച് വീട്ടുകാരെന്നെ നിനക്ക് അത് തന്നെ വേണോടി, അത് പറഞ്ഞിട്ടോ കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ മക്കളെയോ എല്ലാവരും ഉപേക്ഷിച്ചാൽ നമുക്കതിൻ്റെ ഇരട്ടി കിട്ടുമെന്നാണ്. സോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഞാൻ നേരായ ബാധയിലോട്ട് വന്നു. ഞാൻ വല്ല തീവ്രവാദം ചെയ്യണമെന്നുള്ള ഉപയോഗിക്കുന്നത്. ഞാൻ പോയത് അങ്ങോട്ടാണ്. ഞാൻ പോയത് എൻ്റെ വലിയ ചാച്ചൻ്റെ ചേട്ടൻ്റെ അടുത്തോട്ടാണ് പോയത്. ചേട്ടൻ്റെ ഫാമിലിയിൽ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതായത് വലിയ ചാച്ചൻ ചേട്ടനാരാ? എൻ്റെ വലിയ ചാച്ചനാണ് ഇസാക്കിൻ്റെ ചേട്ടനല്ലേ ഇസ്മായിൽ. അപ്പോൾ വലിയ ചാച്ചൻ്റെ ചേട്ടൻ. ഞാൻ കുടുംബമൊന്നും വിട്ടു പോയിട്ടില്ല.
ഞാൻ എൻ്റെ വലിയ ചാച്ചൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇഷ്ടം. എല്ലാവർക്കും ഓരോ റൈറ്റ് ഉണ്ട്, ഇങ്ങനെ അതവരുടെ സ്വാതന്ത്ര്യമില്ലേ. എനിക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, എനിക്കിങ്ങനെ ഇങ്ങനെ 5 നേരം നിസ്കരിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ദൈവമായിട്ട് ടച്ച് ഉണ്ടാവും. ക്രിസ്ത്യാനിറ്റി ആയിരുന്നപ്പോൾ എനിക്കുണ്ടല്ലോ, ഞാൻ കിടക്കാറാകുമ്പോൾ അങ്ങനെ കിടക്കും. ഞാനാട്ടോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ കാത്തോളണേ, എത്രയൊക്കെ എൻ്റെ പ്രാർത്ഥന. എൻ്റെ പള്ളിയിൽ ആഴ്ചയിൽ ഒരിക്കലാണ് ശരിക്കും പള്ളിയിൽ വരുമ്പോൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ ക്ഷമിക്കണമേ അല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല. രാവിലെ എണീക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, നിസ്കാരം ചെയ്യണം. എന്തൊരു സുഖം. ഇങ്ങനെ പ്രോസ്ട്രേറ്റ് ചെയ്ത് നമസ്കരിച്ച തറയിലാണ് എൻ്റെ തലയൊന്ന് മുട്ടിക്കുമ്പോൾ ഒപ്പം അള്ളാഹുവിൻ്റെ പാദത്തലാണ് നമ്മുടെ തല മുട്ടിക്കുന്നത്. എനിക്ക് എന്തൊരു സമാധാനം എന്ന് പറയും. ഐ എം ഹാപ്പി, എനിക്കിത് മതി. സോ അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ലല്ലോ. അപ്പം നമുക്ക് എപ്പോഴും അള്ളാഹുവുമായിട്ട് നമുക്കൊരു ഒരു ഒരു ടച്ചിങ് എപ്പോഴും വി ആർ ഓൾവേസ് ഇൻ ടച്ച് വിത്ത് അള്ളാഹു. പിന്നെ നമ്മൾ തിരക്കിലായിരിക്കും അല്ലേ. പക്ഷേ ഇസ്ലാമിൽ വന്നു കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മൾ സുബഹിയുടെ സമയം ഓർക്കും, ലൊഹാറിൻ്റെ സമയമായി. ആ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബാങ്ക് ലൊഹാർ. വേറൊരു നിങ്ങൾ പറയാം കൽപ്പന ചൗള എങ്ങനെയാണ് ഇസ്ലാമായെന്ന് വെച്ചാൽ, പുള്ളിക്കാരി സ്പേസിൽ പോയില്ലേ, അവിടെ ചെന്നപ്പോൾ കേട്ടത് എന്താണെന്നറിയോ, ഈ ബാങ്ക് വിളിയാണ്. ഇവിടെ നിന്നൊരു ബാങ്ക് വിളി കേൾക്കുമ്പോൾ അവിടെ നിന്നൊരു ബാങ്ക് വിളി, അങ്ങനെ ഓരോ മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ബാങ്ക് വിളി ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ ഇന്ത്യയിലെ സമയം ഒരു സമയമാണ് അല്ലേ, അപ്പം ദുബായിലെ ഒരു സമയമാണ്, അപ്പം UK സമയം ഒരു സമയമാണ്, ഓസ്ട്രേലിയ ഒരു സമയമാണ്. അപ്പോൾ 24 hours ബാങ്ക് വിളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാർ വന്ന ഉടനെ ഇസ്ലാം സ്വീകരിച്ചത്. ഒരിക്കലും ഒരു വിഗ്രഹത്തെയും വണങ്ങാതിരിക്കുക, കണ്ണും വായും ഒന്നുമില്ലാത്ത നമ്മളൊന്നിനെയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ മാത്രം നമ്മൾ ആരാധിക്കും. ഇതൊന്നും ഇനിയും വരും. എന്തെങ്കിലുമൊക്കെ മെസ്സേജായിട്ട് ഉടനെ നമുക്ക് കാണാം. ഇതുവരെ എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവരെയും അള്ളാഹു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരട്ടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ഇതയത്തും ഒരു അറിവ്, ചിന്തിക്കാനുള്ള അറിവ് അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ. ആമീൻ. വലൈക്കും സലാം.